ഇന്ന് നമുക്ക് അരിക്കൂണ് കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കുറച്ച് അരിക്കൂണ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ മണ്ണെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വേറെ ഇനം കൂണുകളൊന്നും അതിൽ ഉൾപ്പെട്ടിട്ടില്ലെന്നൊക്കെ നോക്കി വളരെ ശ്രദ്ധയോടെ വേണം എടുക്കാൻ. അതെല്ലാം കഴുകി വൃത്തിയാക്കി ഒരല്പം മഞ്ഞൾ പൊടി ഇട്ട് വെള്ളത്തിൽ ഒരു അരമണിക്കൂറോ അതിന് മുകളിലോ നമുക്ക് നമ്മുടെ സമയം പോലെ വച്ചേക്കാം. ഇനി അതിന് അരപ്പിന് വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങായ, അര സ്പൂൺ പെരിഞ്ജീരകം, ഇച്ചിരി കൂടുതൽ കാന്താരി നമ്മുടെ എരിവിന് പോലെ അതൊന്ന് അരച്ചെടുക്കാം. വെണ്ണ പോലെ അരയണ്ട, അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി എണ്ണ ചൂടാക്കി അതിലേക്ക് കടുക് പൊട്ടിക്കാം. ഒരു ടീസ്പൂൺ കടുക് ഇടുന്നുണ്ട്. ആ കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ച അരപ്പ് അതിലേക്കൊന്നിടാം. അതിൻ്റെ കൂടെ ആവശ്യത്തിന് മഞ്ഞൾ പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി അരപ്പൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ അരപ്പിലേക്ക് ഞാൻ ഉള്ളി ചേർത്തിട്ടില്ലായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് ചുവന്നുള്ളി നീളത്തിലരിഞ്ഞതും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി ചേർക്കുമ്പോഴാണ് അതിന് ടേസ്റ്റ് കൂടുതലുള്ളത്. ഒന്ന് നന്നായിട്ട് ഇളക്കിയ ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച കൂണ് അതിലേക്കിടാം. ഇത് കാണുമ്പോൾ ഒത്തിരി ഉണ്ടെങ്കിലും നമുക്കത് വെന്ത് കഴിയുമ്പോൾ ഇതിൻ്റെ പകുതി പോലും കാണത്തില്ല കേട്ടോ. ഇത് നമുക്ക് പ്രകൃതിയുടെ ദാനം എന്നൊക്കെ പറയാം അല്ലേ. ഈ സീസണിൽ കിട്ടുന്നതാണ്. കൂണുകൾ വിഷക്കൂണും നല്ല കൂണും ഒക്കെ തിരിച്ചറിയാൻ അറിയുന്നവർ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. നല്ല കൂണിനൊക്കെ അതിന് നല്ലൊരു സ്മെല്ല് തന്നെയുണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കൂണിന്. പിന്നെ പൊടികളോ അങ്ങനെയൊന്നും ഇല്ലാത്ത കൂണ് വേണം എടുക്കാൻ. തിരിച്ചറിയാൻ പറ്റണം നമുക്കത്. അത് ഈ അരപ്പ് ചേർത്ത് ഒന്ന് ഇളക്കി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് തിളയ്ക്കാൻ വയ്ക്കാം. ഞാനിത് അല്പം ഗ്രേവിയോട് കൂടിയാണ് ആക്കുന്നത്. അതിന് പിറ്റേ ദിവസം കൂട്ടാനൊരു അപാര ടേസ്റ്റാണ്. അത് വേണമെങ്കിൽ നമുക്ക് തോരൻ പോലെ ആക്കാം. അപ്പം അല്പം കുറവേ കാണുള്ളൂ. പിന്നെ വറുത്തരച്ച് വെക്കുന്നവരുണ്ട്. എനിക്കിങ്ങനെ വെക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. അത് നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നമുക്കൊരു അടപ്പ് കൊണ്ട് മൂടി വയ്ക്കണം. അത് ഈ കൂണിൽ നിന്ന് തന്നെ ഒത്തിരി വെള്ളം ഇറങ്ങി വരും കേട്ടോ. നന്നായിട്ട് ഗ്രേവി ഉണ്ട് ഇതിന്. നമ്മുടെ ഇഷ്ടം പോലെ അതിൻ്റെ ഗ്രേവി എന്തായാലും വേണോ, അല്ലെങ്കിൽ തോരൻ പോലെ വേണമെങ്കിലും ആക്കിയെടുക്കാം കേട്ടോ. ഞാനൊന്ന് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് അത് വേവിക്കുവാണ്. ഒരു 10 മിനിറ്റ് കൊണ്ട് അത് വെന്ത് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കറിയൊക്കെ കണ്ടോ ഇത്രയായി കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇനിയും വേണമെങ്കിൽ നമുക്കത് വറ്റിച്ച് തോരൻ പോലെ ആക്കിയെടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനത് ചെയ്യാം. അങ്ങനെ നമ്മുടെ കറി എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണമായിരിക്കും കിട്ടുന്ന സമയത്തൊക്കെ കേട്ടോ. എല്ലാവരുടെയും അഭിപ്രായം പറയുക. ഓരോ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തിട്ട് പോകണം കേട്ടോ. താങ്ക് യു.